അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പേനയും ബുക്കും കയ്യിലുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അപാരമായ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ വലിയൊരു ഇബാദത്ത് നിർവഹിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ആ ഇബാദത്തിലെ അഞ്ചാമത്തേത് നമുക്ക് പറയാം. നമ്മൾ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞു എല്ലാവരുടെയും, അൽഹംദുലില്ലാഹ് ഖൈർ. അതിനുള്ള ഒരുക്കങ്ങൾ നടത്തി, ബാഗും പോകാനുള്ള സംവിധാനങ്ങളും ഒരുങ്ങി, പുരുഷന് ധരിക്കാനുള്ള ഉംറയുടെ വസ്ത്രങ്ങൾ നമ്മൾ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. മറ്റു ഭൗതികമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏകദേശം ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടിയാണ്. ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറയുന്നത് ഫതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ. നിങ്ങൾ എല്ലാവിധ കാര്യങ്ങളും ഒരുക്കം ചെയ്യണം, പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ഒരുക്കേണ്ടത് തഖ്വയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തഖ്വ വേണം എന്നുള്ളതാണ്. തഖ്വ ഇല്ലെങ്കിൽ അല്ലാഹു നമ്മിൽ സ്വീകരിക്കുകയില്ല. ലോകത്തിലെ ഒന്നാമത്തെ കൊലപാതകം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 മക്കളാണ് നടത്തുന്നത്, ഹാബീലും തമ്മിൽ. എന്താ പ്രശ്നം ഉണ്ടായിരുന്നത്? ഒരാളിൽ നിന്ന് അള്ളാഹു ഖുർബാൻ സ്വീകരിച്ചു, ഒരാളിൽ നിന്ന് സ്വീകരിച്ചില്ല, അത്രയേ ഉള്ളൂ. വേറെ വാക്കേറ്റങ്ങളോ കയ്യേറ്റങ്ങളോ അനീതിയോ അക്രമോ ഒന്നുമില്ലാത്തൊരു സമയത്ത് ഒരാളിൽ നിന്ന്, ജ്യേഷ്ഠനിൽ നിന്ന് സ്വീകരിച്ചില്ല, അനുജനിൽ നിന്ന് സ്വീകരിച്ചു. അവസാനം ജ്യേഷ്ഠൻ അനുജനെ കൊല്ലാൻ വേണ്ടി കഴുത്തിലേക്ക് കൈകരം നീട്ടുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട്. അനുജൻ ജ്യേഷ്ഠനോട് പറഞ്ഞത് ഇന്നും സൂറത്ത് മാഇദയിലെ 27-ാമത്തെ ആയത്ത്, 5-ാമത്തെ സൂറത്തിലെ 27-ാമത്തെ ആയത്തിൽ കാണാൻ പറ്റും. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീന. മുത്തഖീങ്ങളിൽ നിന്നല്ലാതെ അല്ലാഹു സ്വീകരിക്കൂല കേട്ടോ. കാശും പണവും സ്വത്തും ഒക്കെ ഉണ്ടായിട്ടും അത് സ്വീകരിക്കണമെങ്കിൽ ഏറ്റവും അനിവാര്യമായ ഒന്ന് അല്ലാഹു നമ്മളിൽ തഖ്വയുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. അതിനനുസരിച്ചായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം വേണ്ടത് തഖ്വ ഉണ്ടാവുക എന്നതാണ്. ഇന്ന് വരെ നമ്മൾ നടന്നു വന്നിരുന്ന ആ റൂട്ടിൽ നിന്ന് മാറി പുതിയൊരു ജീവിതത്തിലേക്ക് മാറുകയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ച് മദീനയിൽ വഫാത്തായ റസൂലുള്ളാഹി ജീവിതത്തിൽ ഒറ്റ ഹജ്ജാണ് ചെയ്തിട്ടുള്ളത്. ആ ഹജ്ജിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദൂ അന്നി മനാസികകുൽ ലഅല്ലി ഉഖ്ബികും ബഅദ ആമി ഹദാ. നിങ്ങൾ ഹജ്ജിന്റെ മനാസിക്കുകൾ എന്നിൽ നിന്ന് ഇപ്പോ പഠിച്ചോളൂ, നാളെ ഞാൻ ബാക്കിയാകും എന്നുള്ളത് നിങ്ങൾ ധരിക്കേണ്ടതില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ രൂപം വളരെ കൃത്യമായി നമ്മെ കാണിച്ചു തന്നു. 3 പ്രാവശ്യമാണ് റസൂലുള്ളാഹി ഉംറ നിർവഹിച്ചത്, ഒറ്റ പ്രാവശ്യമാണ് ഹജ്ജ് നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉംറയും ഹജ്ജും ഒക്കെ നിർവഹിക്കാൻ പറ്റും. ഒന്ന് തമത്തുഅയ രൂപം, കേരളീയരായ പൊതുവായ ആളുകൾ ചെയ്യുന്നത് ആ രീതിയാണ്. ഒന്ന് തമത്തുഅ, നമ്മൾ നോട്ട് ചെയ്തോളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പോയി ഉംറയുടെ നിയ്യത്തോടു കൂടി, അപ്പോൾ ഇവിടുന്ന് നിയ്യത്ത് ചെയ്യുക, ഇഹ്റാം ചെയ്യുക എന്നുള്ളതിലേക്ക് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് നഖം മുറിക്കുക എന്നുള്ളത്, പോകുന്നതിന് മുമ്പ് ചെയ്താൽ മതി. മുടി അനാവശ്യമായ ഭാഗങ്ങളിൽ ഉള്ളത് നീക്കം ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് കുളിക്കുക. സാധാരണ നമ്മൾ കുളിക്കുന്നത് പോലെ ഷവർ തുറന്നിട്ട് പൈപ്പ് തുറന്നിട്ടുള്ള കുളിയല്ല. നമ്മൾ നിർബന്ധമായ കുളിക്ക് വേണ്ടി കുളിക്കുന്നത് പോലെ വുളൂ ചെയ്തിട്ട് വലതു ഭാഗത്ത് വെള്ളം കോരി ഒഴിച്ച്, ഇടതു ഭാഗത്ത് ഒഴിച്ച്, തലയിൽ ഒഴിച്ച്, ശരീരം മുഴുവൻ കഴുകിയതിനു ശേഷം നിന്ന സ്ഥലത്ത് നിന്ന് ഒരല്പം മാറി നിന്നിട്ട് കാല് കഴുകുക. ഇതാണ് നിർബന്ധമായ കുളിയുടെ രീതി. ഇങ്ങനെയാണ് വെള്ളിയാഴ്ച കുളിക്കേണ്ടത്. ഇങ്ങനെയാണ് മറ്റു നിർബന്ധമായ ജനാപത്തുകാരൻ, ഹൈദുകാരി, വിലാദത്തുകാരി, നിഫാസ് ഉള്ളവളൊക്കെ കുളിക്കേണ്ടത് ഇങ്ങനെയാണ്. ആ രൂപത്തിൽ കുളിച്ചെങ്കിലാണ് ആ വാജിബാത്ത് നീങ്ങി പോവുക. അപ്പൊ അങ്ങനെയുള്ള കുളി കുളിച്ചാൽ പുരുഷൻ എന്ത് ചെയ്യാം? അത്തർ പുരട്ടാം, ശരീരത്തിൽ പുരട്ടാം, പക്ഷെ അത് വസ്ത്രത്തിലാകാൻ പാടില്ല. സ്ത്രീക്ക് തന്റെ വീട്ടിൽ ഭർത്താവുണ്ട് എങ്കിൽ നേരിയ രൂപത്തിൽ ഭർത്താവിന് മാത്രം അനുവദിക്കപ്പെടുന്ന രൂപത്തിലല്ലാതെ ഒരു നിലക്കും മുസ്ലിം സ്ത്രീക്ക് പെർഫ്യൂം, ടാൽക്കം പൗഡർ, സുഗന്ധ വസ്തുക്കൾ, കോസ്മെറ്റിക് ഉപകരണങ്ങൾ അണിയാൻ ഒരു ചാൻസും ഇസ്ലാം കൽപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ അങ്ങനെ വീട്ടിൽ നിന്ന് നഖം മുറിച്ചു, രോഗങ്ങൾ നീക്കം ചെയ്തു, കുളിച്ചു, വസ്ത്രം മാറി. സാധാരണ ധരിക്കുന്നതിൽ നിന്ന് പുരുഷന് ഒരു തുണിയും ഒരു മേൽകൊണ്ടും മാത്രമാണ് ആവശ്യമുള്ളത്. അഴിഞ്ഞു പോകാതിരിക്കാൻ ഒരു ബെൽറ്റ് കെട്ടാം. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏത് വസ്ത്രവും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കമ്പനി നൽകുന്ന മഫ്ത ഉണ്ടായിരിക്കണം തിരിച്ചറിയാൻ വേണ്ടി എന്ന് മാത്രം. ഇപ്പൊ നമ്മൾ ഇഹ്റാമിലായോ? ഇഹ്റാം കെട്ടിയോ? ഇല്ല.
ഇഹ്റാം കെട്ടണമെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ഷർത്ത് എന്താ? മീഖാത്തിലെത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ തമത്വആയ രൂപത്തിലാണ് ഹജ്ജ് നിർവഹിക്കുന്നതെങ്കിൽ ആദ്യം ഉംറ നിർവഹിക്കുന്നു. അപ്പൊ ആ ഉംറയെ പറ്റി ആദ്യം പറയാം, നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അപ്പൊ ഉംറയുടെ കാര്യങ്ങളാണ് ഈ പറഞ്ഞ. ഒന്ന്, നഖം മുറിക്കുക, മുടി നീക്കം ചെയ്യുക, കുളിക്കുക, വേഷം മാറ്റുക, ഡ്രസ് ധരിക്കുക. ഇതൊന്നും എന്തല്ല, ഇഹ്റാമിൽ എത്തിയിട്ടില്ല. ഇഹ്റാമിൽ എത്തണമെങ്കിൽ മീഖാത്തിൽ എത്തണം. ഇഹ്റാം മീഖാത്തിൽ വെച്ചാകുക എന്നതാണ് ഇതിന്റെ ഒന്നാമത്തെ ഷർത്ത്. ഇഹ്റാം കെട്ടുന്നത് മീഖാത്തിൽ വെച്ചാകുക. നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്നത് കൊണ്ട് ഇന്ത്യക്കാരായ നമ്മൾ കൊച്ചിയിൽ വെച്ച് പറഞ്ഞതൊക്കെ ചെയ്യുന്നു, ഡ്രസ് മാറുന്നു, ഫ്ലൈറ്റിൽ കയറുന്നു, സൗദി അറേബ്യയിൽ എത്തുന്നതിന് ഒരു 20-24 മിനിറ്റ് മുൻപ് പൈലറ്റ് നമുക്ക് പറയും ഇതാ മീഖാത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുക. ഇഹ്റാമിൽ പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? എല്ലാ നിയ്യത്തുകളും നമ്മുടെ മനസ്സിന്റെ ഖൽബിന്റെ ഉള്ളിലാണ്. പക്ഷെ ഹജ്ജിന്റെയും ഉംറയുടെയും നിയ്യത്ത് ഉറക്കെയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ, റബ്ബേ ഞങ്ങളിതാ ഉംറ നിർവഹിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് ഹാജർ പട്ടികയിൽ ഒപ്പിട്ട് കൊടുക്കുക. ഞങ്ങൾ വന്നിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. ഇനി എന്താ പണി? തൽബിയത്ത് ചൊല്ലണം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത വൽ മുൽക ലാ ശരീക ലക എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പം അയാൾ പറയുന്നില്ലല്ലോ, ജലീൽ പറഞ്ഞില്ലല്ലോ, അബൂബക്കർ പറഞ്ഞില്ലല്ലോ, ഉസ്താദ് പറഞ്ഞിട്ടില്ലല്ലോ, ഇത്ത പറഞ്ഞില്ലല്ലോ. ഇതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഹൃദയത്തിൽ അതുണ്ടാവുക. അതിൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി പിന്നെന്തായി? ചില കാര്യങ്ങൾ നമുക്ക് ഹറാമായി. അതിലൊന്നാണ് നഖം മുറിക്കുക. ചില ആൾക്കാർക്ക് നഖം കടിക്കുന്ന സ്വഭാവം. ആ നഖം കടിക്കുന്നതോടുകൂടി അയാൾ ഇഹ്റാമിൽ നിന്ന് പുറത്തുപോയി. ചില ആൾക്കാർക്ക് പേരുകൾ നുള്ളി വലിക്കുന്നതോടുകൂടി തലയിൽ രോമം പോകും. അതും പാടില്ല. പിന്നെ മറ്റു കാര്യങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം പാടില്ല, സുഗന്ധം പൂശാൻ പാടില്ല. അപ്പൊ നമ്മൾ എവിടെ എത്തിപ്പോ? ഇഹ്റാമിലെത്തി. ഇഹ്റാമിൽ നിന്ന് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു? സാധാരണ രീതിയിലൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ കൊച്ചിയിൽ നിന്ന് ജിദ്ദയിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ 10-15 ദിവസം നിൽക്കുന്നു. അതിനിടയിൽ ഉംറ നിർവഹിക്കുന്നു. എന്നിട്ട് മക്കയിൽ നിന്ന് നേരെ മദീനയിലേക്ക് പോകുന്നു. 7 ദിവസം അവിടെ താമസിക്കുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും മിനായിലേക്ക് വരുന്നു. മിനായിലെ ടെന്റിൽ നിന്ന് നമ്മൾ 11 മുതൽ 13 വരെയുള്ള 6-7 ദിവസങ്ങൾ ഹജ്ജിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നു. തിരിച്ചുകൊണ്ട് മക്കയിലേക്ക് വരുന്നു. മക്കയിൽ നമ്മൾ നേരെ തിരിച്ചുകൊണ്ട് ജിദ്ദ വഴി പോകുന്നു. ഇതാണ് നമ്മുടെ റൂട്ട് ഏകദേശം പറഞ്ഞു കേട്ടോ. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് 26-ന്റെയും 30-ന്റെയും ഇടയിലുള്ള ഏത് ദിവസവും നമുക്ക് എന്താകാൻ പറ്റും? യാത്ര പുറപ്പെടാനുള്ള ആ ഒരു സംവിധാനം പറഞ്ഞാൽ ഉടനെ അറിയിക്കും. അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുക. അപ്പൊ നമ്മൾ ഇപ്പോൾ ഇഹ്റാമിൽ പ്രവേശിച്ചു, ഫ്ലൈറ്റ് ഇറങ്ങി, നേരെ പോകുന്ന ഇങ്ങോട്ടാ നമ്മുടെ റൂമിലേക്കാണ്. റൂമിൽ പോയാൽ ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾക്ക് വേണമെങ്കിൽ ഉദു എടുക്കാം, വേഷമൊന്ന് മാറാം, ഭക്ഷണം കഴിക്കാം, ഉദു പുതുക്കാം. എന്നിട്ട് ഇത്ര മണിക്കൂർ നമ്മൾ ഇഹ്റാമിൽ നിന്ന് ഉംറയ്ക്ക് പോവാണെന്ന് പറഞ്ഞാൽ അമീർ അറിയിപ്പ് നൽകിയാൽ ആ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നു. എന്ത് പറഞ്ഞിറങ്ങിയാൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത വൽ മുൽക ലാ ശരീക ലക. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ പോവാ. ഏതുവരെ പറയണം? നടന്നു പോവുക. അതാ മുമ്പിൽ സാധനം എന്താ? ഇതാണ് കഅബ. ഈ കഅബയിൽ എത്തുന്നത് വരെ പറയണം. അങ്ങനെ നടന്നെത്തി കഴിഞ്ഞാൽ ഇതിന്റെ 4 മൂലകളുണ്ട്. 4 മൂലയിൽ ഇത് റുക്നുൽ യമാനി. ഞങ്ങൾക്ക് വേണ്ടി തിരിച്ചു വെച്ചാൽ തിരിച്ചു വെച്ചാൽ കറക്റ്റ് ആയിരുന്നു. ഇത് റുക്നുൽ യമാനി, ഇത് ഹജറുൽ അസ്വദ്, ഇത് റുക്നുൽ ഇറാഖി എന്ന് പറയും, ഇറാഖി മൂല, ഇത് റുക്നുൽ സിറിയൻ മൂല. ഇങ്ങനെയുള്ള 4 മൂലകളാണ് കഅബക്കുള്ളത്. എവിടുന്ന് നമ്മള് തവാഫ് തുടങ്ങപ്പെടുന്നു. ഹജറുൽ അസ്വദിന്റെ അവിടുന്ന് തവാഫ് തുടങ്ങും. ഇതെന്താ? ഇത് മഖാമു ഇബ്രാഹിം. ഏറ്റവും അഫ്ദലും അസിഹുമായ തവാഫ് മഖാമു ഇബ്രാഹിമിനെ വലതു ഭാഗത്തും കഅബയെ ഇടതു ഭാഗത്തും ആക്കിയിട്ട് തവാഫ് ചെയ്യലാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പുരുഷന്മാർ ഈട്ട മേൽമുണ്ടുണ്ട്, അതിങ്ങനെ ഷർട്ടിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് കൈ ഇങ്ങനെ പുറത്തേക്ക് കാണിക്കും. ആ തുണി ഇങ്ങനെ എടുത്തത് ഇങ്ങനെ ഒന്ന് ഇട്ടാൽ മനസ്സിലായി, തോർത്തുകൊണ്ടൊക്കെ ഇടൂലേ? അപ്പൊ എളുപ്പത്തിന് വേണ്ടി എടുത്തതുപോലെ ഉംറയുടെ മേൽമുണ്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ ഭാഗത്തെത്തി കഴിഞ്ഞാൽ ഈ മേൽമുണ്ട് എന്താകുന്നു? ഇങ്ങനെയാകും. എന്നിട്ട് ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ തവാഫിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുലുങ്ങി ആളുകൾ മാത്രം, പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യേണ്ടത്. അതിന് റംലി എന്നാണ് പറയാ. റംലി ആയ നടത്തം എന്ന് പറഞ്ഞാൽ റസൂൽ അതിന്റെ വലിയ ചരിത്രമുണ്ട്. റസൂലിനെ ആട്ടിവിട്ടു, ചത്ത ശവങ്ങളെ പോലെയായി. പിന്നീട് വന്നപ്പോ ഇവരൊക്കെ ചത്തിട്ടുണ്ട്, ഇതിന് പറ്റാത്ത ആൾക്കാരാണ് എന്ന് മനുഷ്യർ തോന്നിയെങ്കിലോ
ഇത് തോന്നിയിട്ട് റസൂൽ ആ തോന്നൽ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തു ഒന്ന് ഇങ്ങനെ ഇളകിയിട്ടാണ് നടന്നത്. അങ്ങനെ എപ്പോഴും തുടങ്ങി ഇങ്ങനെ തുടങ്ങി വരികയാണ്. എവിടെ എത്തി? ഇവിടെ എത്തി. യമാനി. അപ്പൊ ഇവിടെ മുതൽ നമുക്ക് ഏത് ദുആയും പറയാം, ഏത് ദിക്റും പറയാം, ഖുർആൻ ഓതാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇത് ഹജറുൽ അസ്വദിന്റെ അരികിൽ. പിന്നുള്ളത് ഇത് കഅബയുടെ ബാബാണ്. അടുത്ത പുസ്തകം ഇത് കഅബയുടെ ബാബ്. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഭാഗമുണ്ട്. മുൽത്തസം എന്നാണ് പറയാ. നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ ദുആയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പറയും. ഇത് കഅബയുടെ പാത്തി. പഴയ കാലത്തിന്റെ മുകളിൽ വെള്ളം വീടാൻ, വെള്ളം മുറിച്ചു പോകാനുള്ളത് ഒരു പാത്തി ഉണ്ടായിരുന്നു. അപ്പൊ ആ പാത്തി സ്വർണ്ണപ്പാത്തിയാക്കി മാറ്റി. ഇങ്ങനെ നമ്മൾ വന്നു. അപ്പൊ ഏത് ഭാഗത്ത് നമ്മുടെ കഅബയുള്ളത്? കഅബയുടെ ഇടത് ഭാഗത്ത് ഇങ്ങനെ വന്നു. ഇവിടെ എത്തി, ഇവിടെ എത്തി, ഇവിടെ എത്തി, ഇവിടെ എത്തി. ഈ മൂന്നാമത്തെ മൂലയിൽ എത്തുമ്പോൾ ഇതിന്റെ പേരെന്താ? റുക്നുൽ യമാനി. റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ പ്രാർത്ഥിക്കാൻ ഒറ്റ പ്രാർത്ഥനയുള്ളൂ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇവിടെ വന്നാൽ ഒരു തവാഫായി. ഒരു തവാഫേ ഉള്ളൂ. ഇങ്ങനെ 7 തവാഫുകൾ ചെയ്യണം. ഈ തവാഫിന് വുളു നിർബന്ധമാണ്. മൂന്നാമത്തെയോ നാലാമത്തെയോ തവാഫിൽ വുളു നഷ്ടപ്പെട്ടു പോയാൽ ഉടനെ അവിടുന്ന് പിരിഞ്ഞു പോവുക, വുളു എടുത്ത് വന്നിട്ട് ബാക്കി പൂർത്തിയാക്കുക. ചിലപ്പോ ഇഷ്കാലുണ്ടാവും. അപ്പൊ 3ആണോ ചെയ്തത്, 4ആണോ ചെയ്തത്, ഏതായാലും കൊണ്ട് നടക്കാൻ വയ്യ, ഇനി 5ആകട്ടെ, ഞാൻ ടൈമർ പിടിക്കേണ്ടതില്ല, ചുരുങ്ങിയതുമ്പോ പിടിക്കുക, പൂർത്തീകരിക്കുക. അമീർ ഉണ്ടെങ്കിൽ പറയാം, നിങ്ങളുടെ ഈ തവാഫ് കഴിഞ്ഞിട്ട് മഖാം ഇബ്രാഹിമിന്റെ അവിടെ ആൾക്കാർ നിസ്കരിക്കും, അല്ലെങ്കിൽ സഅയിലേക്ക് പോകുന്നവർക്ക് സംസം വെള്ളം കുടിക്കാൻ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും, ഞങ്ങൾ അവിടെ എത്തിക്കോളാം, ഞങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി, ഇവിടെ കിടന്ന് ജാം ആകേണ്ടതില്ല, പ്രത്യേകിച്ച് ഹജ്ജിന് പോകുന്ന ആൾക്കാർ. അപ്പൊ ഈ തവാഫ് 7 പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ 2 ഭാഗങ്ങൾക്കിടയിൽ, അതായത് റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള ഭാഗം ഒഴിച്ച് ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറയാണ്ടോ? മുട്ടുകാർ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഹോസ്പിറ്റൽ, പടച്ചോനാകുന്ന ഡോക്ടറടുത്തേക്ക് ഒന്ന് പറയാനുള്ളത് പറഞ്ഞാൽ, ചോദിക്കാനുള്ളത് ചോദിച്ചാൽ കിട്ടാനുള്ളത് കിട്ടും. ഇവിടുന്ന് മടക്കിയാലോ ഈ ലോകത്തെവിടെയും കിട്ടൂല. ഇവിടുന്ന് കിട്ടിയാലോ ലോകത്തെവിടെയും കിട്ടിയില്ലേ പ്രയാസമില്ല. കുടുംബജീവിതം, സാമ്പത്തിക പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മക്കളുടെ പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ഒക്കെ പരിഹാരം നേടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ മുമ്പിൽ അടുത്ത ചെറിയ ഉള്ളവരൊക്കെ അവനെന്താ ചുണ്ടിലെന്താ ലിപ്സ്റ്റിക്കുള്ള സുഡാനി, എത്യോപ്യക്കാരി, മറ്റോ രാജാവിന് പോകും, അതൊന്നും നമ്മൾ പറയേണ്ടതില്ല, അത് നോക്കേണ്ടതില്ല. അയാൾ തൊട്ടില്ലേ, ഇയാൾ തൊട്ടിയില്ലേ, അങ്ങടാക്കി ഇങ്ങടാക്കി, ഇതൊന്നും പറയണ്ട. നമ്മൾ നമ്മുടെ പണിയെടുത്ത് കണ്ണും ചിമ്മി തവാഫ് അങ്ങനെ ചെയ്ത് പൂർത്തിയാക്കുക. ഇവിടെ എത്തിയാൽ 7 പൂർത്തിയായാൽ മഖാം ഇബ്രാഹിമിന്റെ മുന്നിലേക്ക് മാറി നിൽക്കുക. അത് വിശാലമായി കിട്ടോ. ഇവിടെ തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ കിട്ടും, പക്ഷേ അവിടെ നിന്ന് പോലീസുകാർ നിർത്തൂല, തിരക്കുള്ളവർ പറയുമ്പോൾ മാറ്റി നിർത്തും. അവിടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഒന്നാമത്തെ സുന്നത്ത് നിസ്കാരത്തിന്റെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതുക. ഫാത്തിഹ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. ഇത് കഴിഞ്ഞാൽ നേരെ പോവുക, സംസം വെള്ളം കുടിക്കുക, ഇഷ്ടം പോലെ കുടിക്കാം, വയറ് നിറച്ച് കുടിക്കാം. അത് പൂർണ്ണമായി കുടിച്ചു കഴിഞ്ഞതിന് ശേഷം സംസത്തിന്റെ പ്രത്യേകത എന്താ? അൽമാഉ സംസമു ലിമാ ശുരിബ മിൻഹു. സംസം എന്ന് പറഞ്ഞാൽ എന്തിനാണോ കുടിക്കുന്നത് അതിനുള്ളതാണ്. ചില ആൾക്കാർ പറഞ്ഞു കുടിക്കുന്നതിന് സാധാരണ വെള്ളം കുടിക്കുന്ന ആഹാരം അല്ല. ഏതൊരു ഹാജത്ത് വെച്ചിട്ടാണ്, ഏതൊരു മുറാദ് വെച്ചിട്ടാണോ കുടിക്കുന്നത്, ആ കുടിക്കുന്ന മുറാദ് അയാൾ മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹു അത് ഹാജത്താക്കും. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനി നമ്മൾ പോകുന്നത് ഇത് കഴിഞ്ഞാൽ നേരെ സഅയ് ചെയ്യാൻ വേണ്ടി പോവാണ്. സഅയ് എന്താ? സഫയിൽ നിന്ന് മർവയിലേക്കും മർവയിൽ നിന്ന് സഫയിലേക്കും ഉള്ളത്. അപ്പൊ ഇങ്ങനെ പോയി നിന്നാൽ സഫയിൽ കൂടി നമ്മൾ ഇവിടുന്ന് സംസം വെള്ളം കുടിച്ച് ഇങ്ങനെ പോയി ഇങ്ങനെ നടന്നു കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയാൽ കാബങ്ങനെ കാണാൻ പറ്റും. നമ്മുടെ ഇടത് ഭാഗത്ത് കാബ ഉണ്ടാവും. അപ്പൊ ഇവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു അൻജസ വഅദഹു നസ്റ അബ്ദഹു വഹസമ അൽ അഹ്സാബ് വഹദഹു എന്നുള്ള ദുആയിലേക്ക് നോക്കിയാണ് പ്രാർത്ഥിക്കാം. ഇതിനോടല്ല പ്രാർത്ഥിക്കുന്നത് മനസ്സിലാക്കണം. ഇതിന്റെ റബ്ബിനോടാ. ഖുറൈശിലെ റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീടിന്റെ റബ്ബിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. കണ്ണിന്റെ മുമ്പിൽ തന്നെ കാണും റബ്ബേ എന്ന് പറയുമ്പോഴും കണ്ണിൽ ഇതുണ്ടെങ്കിലും കൽബിൽ പടച്ചവനായിരിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ഇതിനെ പ്രതിനിധീകരിച്ചല്ല നമ്മൾ ദുആ ചെയ്തത്. അങ്ങനെ വന്നാൽ സഫയിൽ എത്തി. സഫയുടെ ഈ ഭാഗത്തേക്ക് നോക്കിയാൽ പഴയ സഫയുടെ കുറച്ച് ഭാഗങ്ങൾ നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പോയപ്പോഴും കണ്ട കുറച്ച് ഭാഗങ്ങൾ വാക്കുകൾ ഇടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ തുടങ്ങുകയാണ്. എന്ത് പറഞ്ഞാൽ തുടങ്ങുന്നത്? ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹി എന്നുള്ള ഖുർആനിലെ അൽ ബഖറയിൽ ആയത്തുണ്ട്. അതും ഓതി നമ്മളൊക്കെ നടക്കുകയാണ്. അങ്ങനെ നടന്ന്
നടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സൊഫയിൽ നിന്ന് മറവയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 1, തിരിച്ച് നമ്മള് മറവയിൽ നിന്ന് സൊഫയിലെത്തുന്നു 2. ഇതിന്റെ ഇടയിൽ ഒരു പച്ച ലൈറ്റ് ഉണ്ട്, ഒരു പച്ച വെളിച്ചമുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പുരുഷന്മാർ ഒരല്പം നടക്കുകയുമല്ല ഓടുകയുമല്ലാത്ത രൂപത്തിൽ വേഗതയിൽ പോകും. സ്ത്രീകൾ എന്ത് ചെയ്യേണ്ടതില്ല, അനങ്ങേണ്ടതില്ല. അവരവരുടെ ആ സാധാരണ നടത്തത്തിൽ തന്നെ നടന്നാൽ മതി. അപ്പൊ അങ്ങോട്ടൊന്ന് ഇങ്ങോട്ട് 2, ഇങ്ങനെ വട്ടം ചുറ്റിട്ടല്ല, തവാഫ് പോലെയല്ല സാഹചര്യം. അങ്ങോട്ടൊന്ന് മറവയിൽ നിന്ന് സൊഫയിലേക്ക് 2. അപ്പൊ എവിടെ അവസാനിക്കാം? സൊഫയിൽ തുടങ്ങിയാൽ അവസാനിക്കുന്ന എവിടെ ആയിരിക്കും? മറവയിൽ അവസാനിക്കും 7. അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ പറയാനുണ്ട്, എന്തൊക്കെ ദുആ ചെയ്യാനുണ്ട്, അത് മുഴുവനും റബ്ബിനോട് ദുആ ചെയ്യുക പൂർണ്ണമായിട്ടും. എന്നിട്ട് നമ്മളിപ്പോ എന്തായി? 3 കാര്യങ്ങളാണ്, അതായത് ഉംറയുടെ 4 കാര്യങ്ങളിൽ 1 ഇഹ്റാം, 2 തവാഫ്, 3 സഅയ്. ഇനി 4മത്തെ എന്താ? മുടി എടുക്കുക എന്നുള്ളതാ. ചില ആൾക്കാർ പറയും മുടി കളഞ്ഞിട്ടുള്ള പരിപാടി ഒന്നും പറ്റൂല, ഉംറ ഹജ്ജൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം, പക്ഷെ മുടി കളയാൻ ഞാനില്ല. ഇല്ല, അത് ചെയ്യുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത്. അതാണ് പോയാൽ 15ഓ 20ഓ ദിവസം കേട്ടുകൊണ്ട് വരും. പക്ഷെ അഹങ്കാരം മനസ്സിലുണ്ടെങ്കിലോ ആജീവനാന്ത കാലം 69 കോടി കൊടുത്താലും ശരി ഒരു ഹജ്ജ് ഉംറ ചെയ്യാൻ ചിലപ്പോൾ അടുത്ത കൊല്ലം പറ്റിയില്ല എന്ന് വരും. അപ്പൊ അതുകൊണ്ട് കിട്ടിയ ചാൻസ് മുതലാക്കുക എന്നല്ലാതെ അവിടെ അവനവന്റെ അഹംഭാവം കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളിൽ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അവിടുന്ന് പുറത്തു നിൽക്കുന്നതോടുകൂടി പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു? മുടി നീക്കം ചെയ്യുന്നു. മുടി നീക്കം ചെയ്യുന്നതോട് നമ്മൾ പൂർണ്ണമായും ഈ ഉംറയിൽ നിന്ന് മുക്തമായി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ സാധാരണ ഉക്കറും സാധാരണ ഒമാലി സാധാരണ ജലീലുമാണ്, അതുപോലെ ജീവിക്കാം. 5, 6, 7, 8, 10 ദിവസം ജീവിക്കാൻ പറ്റും. അതിന്റെ ഇടയിൽ ഹറമിൽ വന്ന് നിസ്കരിക്കാം. ഹറമിൽ നിസ്കരിച്ചാൽ എത്ര കൂലി? 1 ലക്ഷം. ഒരു റക്അത്തിന് 1 ലക്ഷം കൂലിയാണ്. ഓരോ അമലിനും ഓരോ ലക്ഷം കൂലിയാണ്. മദീനത്തെത്തുമ്പോൾ അത് 1000 മാറും. മസ്ജിദുൽ അക്സയിൽ എത്തുമ്പോൾ 500 കുറയും. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന ചാൻസ് മുഴുവൻ നല്ല AC ചാർ അധികമായിരുന്നു, പോയിട്ട് 4 വണ്ണം കൂടി, ഫ്ലൈറ്റ് ഇങ്ങനെയായി. ഈ അഭിപ്രായം പറയാനില്ല. അവിടെ മുഴുവൻ അസൗകര്യങ്ങളേ ഉള്ളൂ. സൗകര്യങ്ങളൊക്കെ അവിടെ വീട്ടിലാണ്. ഇവിടെ നമുക്ക് നല്ല പച്ച തേങ്ങ അരച്ചിട്ട് കൂട്ടാണ്ടാക്കി തിന്നാം, നല്ല ഫ്രഷ് ബിരിയാണി വെച്ചിട്ടാക്കി തിന്നാം. അവിടെ ചിലപ്പോൾ കിട്ടിയത് ചിലപ്പോൾ കുറവുണ്ടാവും, കടക്കിനോർത്ത് ബെഡ് സ്പേസ് കുറച്ച് സൗകര്യങ്ങൾ കുറവുണ്ടാവും. അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. ഒരു 15 ദിവസമേ അത് കഴിഞ്ഞാൽ ഒരു 20 ദിവസം അല്ലെങ്കിൽ ഒരു 30 ദിവസം, ഒരു മാസം കഴിഞ്ഞാൽ തിരിച്ചു പോരാലോ. ഈ ഒരു ചിന്താഗതിയോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള ഹജ്ജിന്റെ ദിവസങ്ങൾ തുടങ്ങുന്നത് വരെ നമുക്ക് നമ്മുടെ മക്കത്ത് കൂടാൻ പറ്റും. എന്നിട്ടാണ് നമ്മൾ പറഞ്ഞത് മദീനത്തേക്ക് പോകുന്നത്. അവിടെ തിരിച്ചെങ്ങോട്ടാ വരിക? ദുൽഹിജ്ജ 8 നമ്മള് മീനയിലേക്ക് വരും. നിങ്ങൾ ഓരോന്ന് ഇങ്ങനെ പ്രത്യേക നമ്പർ ഇട്ട് തന്നെ എഴുതേണ്ടതുണ്ടെങ്കിൽ എഴുതിക്കൊള്ളു കേട്ടോ. എന്ന് മുതൽ നമുക്ക് ഹജ്ജ് ആരംഭിക്കും? ഹജ്ജ് ആരംഭിക്കുന്നത് ദുൽഹിജ്ജ 8 മുതലാണ്. 8ാമത്തെ തീയതിയിൽ എന്താ ചെയ്യുക? തമത്വമായ ആളുകൾ അവനവന്റെ റൂമിൽ വെച്ച് വീണ്ടും ഇഹ്റാമിൽ പ്രവേശിക്കണം. തുണി മാറ്റണം, മേൽമുണ്ട് മാറ്റണം, അതിനു മുമ്പ് കുളിക്കണം, വുളൂ ചെയ്യണം, നിയ്യത്തുണ്ടാകണം. എന്നിട്ട് നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ച നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? മക്കയിൽ നിന്ന് മിനാ ടെന്റിലേക്ക് പോവുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ 8ാമത്തെ ദിവസം ഉണ്ടോ? ദുൽഹിജ്ജ മാസം 8ാമത്തെ ദിവസം. ദുൽഹിജ്ജ മാസം 8ാമത്തെ ദിവസം നമ്മൾ മക്കയിൽ നിന്ന് മീനയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു? ദുഹറും അസറും ജംആക്കി നിസ്കരിക്കുന്നു. 4 റക്അത്ത് നിസ്കരിക്കുന്നു. സുബഹി വരെ ടെന്റിലാണ് ഉണ്ടാവുക. 8ാമത്തെ ദിവസം ചെയ്യാൻ അത്രയേ ഉള്ളൂ. മക്കയിൽ നിന്ന് മിനാ ടെന്റിലെത്തുക, ദുഹർ അസർ ജംആക്കുക, മഗ്രിബ് ഇശാ ജംആക്കുക. എന്നിട്ട് സുബഹി വരെ എന്ത് ചെയ്യുക? സുഖമായിട്ട് കിടന്നുറങ്ങില്ല. നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി പോയതല്ല, ദുആ ചെയ്യുക, ദിക്റുകൾ. അപ്പോഴൊക്കെ നമ്മുടെ തൽബിയത്ത് നാവിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അതൊന്നും ഒഴിവാക്കാനായിട്ടില്ല. തൽബിയത്ത് ഒഴിവാക്കാൻ ദിവസം വരുന്നേ ഉള്ളൂ. അതുവരെ നമ്മൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ദിക്റുകൾ പറയണം, തഹ്ലീലുകൾ പറയണം, തഹ്മീദുകൾ പറയണം, തക്ബീറുകൾ വർദ്ധിപ്പിക്കണം, ഖുർആൻ കയ്യിലുണ്ടാകണം. ഒരു പ്രാവശ്യമെങ്കിലും ഈ ഹജ്ജിന്റെ ഇടയിൽ ഒന്ന് ഖുർആൻ ഖത്തം തീർക്കണം എന്നൊരു നിയമം നമുക്കുണ്ടായാൽ അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തും. ആദ്യം വേണ്ടത് ഈ മൊബൈൽ ഫോൺ എന്ന സംവിധാനം തൽക്കാലം ബാഗേജിൽ എളുപ്പം കിട്ടാവുന്നവർക്ക് എവിടെയും നോക്കുക. അപ്പൊ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പവർ ബാങ്ക്, ചാർജർ സംവിധാനങ്ങളൊക്കെ നമ്മൾ കരുതണം. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രം. എല്ലാവിധ ഇബാദത്തുകളും പഠിപ്പിച്ചു കളയുന്നൊരു സാധനമാണ് ഈ സെൽഫോൺ. ആ മാറ്റി വെച്ചാൽ ഇബാദത്തൊക്കെ വൃത്തിയാവും. ഇപ്പൊ 8ാമത്തെ ദിവസം നമുക്ക് ആകെ ചെയ്യാവുന്നത്രേ ഉള്ളൂ. അവിടെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള എല്ലാ ഇഹ്റാമിലും പ്രവേശിക്കുക. അവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യം. ഈ സാധനം നമ്മൾ തോളിലിടും. അവിടെ വെയിൽ കാണുന്ന ചില പുരുഷന്മാർ തലയിൽ കൂടെ എടുത്തിടും. തല ഉറക്കാൻ പാടില്ല. അതുപോലെ തന്നെ സ്ത്രീകൾ
മുഖം മറയ്ക്കാനും പാടില്ല. നിഖാബ് അതിന്റെ ഉള്ളിൽ, തവാഫിന്റെ അകത്ത് പറ്റില്ല. അങ്ങനെ മിനാ ടെന്റിലെത്തിയാൽ ദുഹർ അസറും ജംആക്കി നിസ്കരിക്കുന്നു, 4 റക്അത്ത് നിസ്കരിക്കുന്നു. മഗ്രിബ് 3 റക്അത്തും അതുപോലെ തന്നെ ഇശാ 4 റക്അത്തും ജംആക്കി നിസ്കരിക്കുന്നു. പിന്നെ സുബ്ഹി വരെ നമ്മുടെ ഇബാദത്തുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞു പോകുന്നു. ഇനി അടുത്ത ദിവസം ഏതാ? ദുൽഹജ്ജ് 8 കഴിഞ്ഞാൽ ദുൽഹജ്ജ് 9. ദുൽഹജ്ജ് 9ന്റെ പ്രത്യേകത എന്താ? അറഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണെന്ന് പറഞ്ഞാൽ ഈ കണ്ട ഓരൊക്കെയാണ് മനുഷ്യന്മാർ നമ്മള് ഇതൊക്കെയാണ് പേന അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഭക്ഷണം. നമ്മുടെ നാട്ടിലൊക്കെ ഭക്ഷണം ഇവിടെ കിടന്നു എന്നതുപോലെ ആ ഹജ്ജിന്റെ മർമ്മമാണ് അറഫ. ആ അറഫയിൽ അള്ളാഹു പറയത്രേ തന്റെ അടിമകൾ നോക്കിയിട്ട് കണ്ടോ, ഈ മനുഷ്യന്മാർക്ക് കൂടി ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് മലക്കുകളോട് അഭിമാനം പറയുന്ന ദിവസമാണ്. അപ്പൊ അറഫയിൽ എത്തിക്കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന ആ സമയം മുതൽ, അതായത് പുലർച്ചെ മുതൽ മഗ്രിബ് വരെ എവിടെ ഉണ്ടാവുക? അറഫയിലാണ് നിൽക്കേണ്ടത്. ഉച്ച വരെ ഒരു പള്ളിയുണ്ട്. നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് അറഫയുടെ കുത്തൊരു മലയുടെ മുകളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിച്ചു എന്നൊക്കെ തോന്നാറുണ്ട്. അല്ല, അറഫയുടെ അടുത്തുള്ള നമിറ പള്ളിയിൽ നിന്നാണ് ഹജ്ജത്തുൽ വദാഇന്റെ ഖുത്ബ റസൂൽ നിർവഹിച്ചത്. ഇപ്പോഴും യൗമ അറഫയുടെ ഖുത്ബ നിർവഹിക്കപ്പെടുന്നത് ആ നമിറ പള്ളിയിൽ വെച്ചാണ്. ആ നമിറ പള്ളിയിൽ ഉച്ചവരെ കഴിച്ചു കൂടുക എന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽപ്പെട്ടതാണ്. തൽബിയത്ത്, ദിക്ർ, ദുആ, ഔറാദുകൾ ഇതൊന്നും ഒഴിവാക്കാതെ തന്നെ മുന്നോട്ട് പോവുക. അങ്ങനെ ഖുത്ബ കഴിഞ്ഞാൽ പിന്നെ ഏകദേശം നമ്മൾ അവിടുന്ന് പുറപ്പെടുകയാണ്. എങ്ങോട്ട്? ദുഹർ നിസ്കരിച്ച് അസർ നിസ്കരിച്ച്. നമ്മുടെ ദുഹറും അസറും നേരത്തെ പറഞ്ഞ ജംആണെങ്കിൽ ഇവിടെ എന്താക്കുന്നു? കസ്റാക്കുന്നു. ഒന്നും ബേജാറ് വേണ്ട കേട്ടോ. കാരണം നിങ്ങളുടെ കൂടെ അമീർ ഉണ്ടാവും. നമ്മളിപ്പോൾ അസർ നിസ്കരിക്കാൻ പോവാണ്, 2 റക്അത്ത് ചുരുക്കുന്നു അല്ലെങ്കിൽ ജംആക്കുന്നു എന്നുള്ള നിർദ്ദേശം നിങ്ങൾക്ക് അമീർ തരും നമ്മുടെ ടെന്റുകളിൽ വെച്ച്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. അതിനുശേഷം അതിനിടയിൽ ദുഹറിന്റെ സുന്നത്ത്, അസറിന്റെ സുന്നത്ത്, മഗ്രിബിന്റെ സുന്നത്ത്, ഇങ്ങനെ സുന്നത്ത് നിസ്കാരങ്ങളൊന്നുമില്ല. ഫർള് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? കസ്റാക്കിയിട്ടാണ് നിസ്കരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ദിവസത്തിലാണ് ഹജ്ജിന്റെ മർമ്മം എന്നുള്ളത് കൊണ്ട് ഹൃദയം പടച്ച തമ്പുരാന്റെ മുമ്പിൽ തുറന്നു വെച്ചിട്ടായിരിക്കണം നമ്മൾ ദുആ ചെയ്യുന്നത്. മഗ്ഫിറത്ത് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ്. ഏറ്റവും സവിശേഷമായ ഒരു ദിക്റായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ധാരാളമായി നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ അവിടെ മഗ്രിബായി, സൂര്യൻ അസ്തമിച്ചു. അവിടെ മഗ്രിബും ഇശാവും കൂടി കസ്റാക്കി ജംആക്കി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യുന്നത്? നമ്മള് അടുത്ത ദിവസത്തിന്റെ തുടക്കം എന്ന നിലയിലേക്ക് അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോകും. മുസ്ദലിഫയിൽ രാവ് പാർക്കുക എന്നാണ് പറയാം. രാവ് പാർക്കുക എന്നുള്ളത് ഹജ്ജിന്റെ വാജിബാത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ മഗ്രിബ് 3 ഇശാ 2 ഒക്കെ നിസ്കരിക്കാൻ ജംഉം കസ്റും ആകാം. ഇനി അവിടെ എത്താൻ അറഫയിൽ നിന്ന് പോരുകയും ചെയ്തു, മുസ്ദലിഫയിൽ എത്തിയിട്ടില്ല, പടച്ചോനെ ഞങ്ങളുടെ നിസ്കാരം വേസ്റ്റ് ആവൂലേ എന്ന് പേടിക്കുന്നു എങ്കിൽ എവിടെയാണോ പറ്റുന്ന സൗകര്യം ഉള്ളത് അവിടെ അമീർ പറയും നമുക്ക് ഇവിടെ നിസ്കരിക്കാം എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിന്റെ ഏകദേശം പകുതി രാത്രിയുടെ അന്ത്യാഭിമായി കഴിഞ്ഞാൽ എന്നാൽ മുസ്ദലിഫയിൽ താമസിച്ച് നേരം പുലരാറായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? സ്ത്രീകള്, രോഗികള്, വൃദ്ധന്മാര്, കുട്ടികൾ, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മിനയിലേക്ക് മടങ്ങാം. പക്ഷെ അവിടെ പുലരുന്നത് വരെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ളത്. ഇവിടെയും എന്താ ചെയ്യാനുള്ളത്? തൽബിയത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ, അല്ലാഹു അക്ബർ എന്ന് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ സുബ്ഹാന എന്ന് പറയാ, അൽഹംദുലില്ലാഹ് പറയാ, ധാരാളമായി ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇപ്പൊ എത്രയായി? ദുൽഹജ്ജ് 9 അറഫ കഴിഞ്ഞു. അറഫ കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്താ? പെരുന്നാളാണ്. ഈ നാട്ടിലുള്ള ആളുകൾക്ക് പെരുന്നാളാകുമ്പോൾ നമ്മൾ അവിടെ വേറൊരു കർമ്മത്തിലേക്ക് മാറുകയാണ്. മുസ്ദലിഫയിൽ നിന്ന് സുബഹി നിസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ നമ്മൾ എന്താകുന്നു? ജംറയിലേക്ക് പോകുന്നു. ജംറ എന്താ? കല്ലെറിയാനുള്ള സ്ഥലം. മിനയിലേക്ക് മടങ്ങി സാവധാനമാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ. മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് മടങ്ങുമ്പോൾ സാവധാനത്തിൽ പോകണം. പക്ഷെ ഒരു പ്രത്യേകമായ സ്ഥലമുണ്ട് അവിടെ, വാദി മുഹസ്സർ എന്ന് പറയും. അത് പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഒരു പ്രദേശമാണത്. അതെന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്യപ്പ അബ്ദുൽ മുത്തലിബ് ഉള്ള കാലഘട്ടത്തിൽ കാബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് വന്നു. ആ ആനക്കാരെ മുഴുവൻ നശിപ്പിച്ച ഒരു സ്ഥലമാണ്. അള്ളാഹുവിന്റെ അദാബ് ശിക്ഷയായിട്ട് ഇറങ്ങിയ, അള്ളാഹു നശിപ്പിച്ച ആളുകളുള്ള ഭാഗത്തെത്തിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ അവിടെ സാവധാനം നടക്കരുത്, ഓടി രക്ഷപ്പെട്ടു പോകണം. അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലത്ത് അങ്ങനെ സാവധാനത്തിൽ പോകരുത്, വളരെ പെട്ടെന്ന് പോകണം. അപ്പൊ വാദി മുഹസ്സർ എന്നാണ് അതിന്റെ പേര്. ആനക്കലഹം നടന്ന ആ ഭാഗം അവിടെ എത്തിയാൽ വേഗത്തിൽ പോകാം.
ഇനി നമ്മൾ ജംറയിലേക്കാണ് പോകുന്നത്. ജംറയിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജംറയിൽ എന്താ ചെയ്യേണ്ടത്? കല്ലെറിയുക. അപ്പൊ കല്ല് എവിടെ കിട്ടണം? നമ്മുടെ മിനാ ടെന്റിൽ നിന്നോ അല്ലെങ്കിൽ മുസ്ദലിഫയിൽ നിന്നോ നമ്മൾ കല്ല് പെറുക്കി നമ്മുടെ ബാഗിൽ വെച്ചിരിക്കണം. ആ കല്ല് പ്രത്യേകമായ കല്ലായിരിക്കണമെന്നോ പ്രത്യേക സ്ഥലത്ത് നിന്ന് എടുക്കണമെന്നോ അതെടുത്തതിന് ശേഷം പിന്നെ സംസം വെള്ളത്തിൽ കഴുകി ബാഗിനകത്ത് വെക്കണമെന്നൊന്നുമില്ല. അങ്ങനെയൊക്കെ ആൾക്കാർ കാണിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അറഫ മൈതാനത്തിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ തന്നെ ആൾക്കാർ പേരെഴുതി വെക്കും. അറഫ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് അങ്ങനെ പല ആളുകളും പല രൂപത്തിലും ചെയ്തത് കാണാൻ പറ്റും. പക്ഷെ അതൊന്നും എന്തല്ല, അടിസ്ഥാനപരമായി തെളിവുകളില്ലാത്ത കാര്യമാണ്. പക്ഷേ മുസ്ദലിഫയിൽ നിന്നോ മിനയിൽ നിന്നോ നമുക്ക് കല്ല് പെറുക്കിയെടുക്കാം. എത്ര കല്ല് വേണം? 7 കല്ല് മതി ഒരു പ്രാവശ്യം എറിയാൻ. പക്ഷെ എറിയുന്ന എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം എറിയുന്നുണ്ട്. 10 പ്രാവശ്യം 10 സന്ദർഭങ്ങളിലായിട്ട് ജംറയിൽ ഇറങ്ങുന്നുണ്ട്. ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രമാണത്. പിന്നെ അതിനെ തുടർന്ന് 3 ദിവസങ്ങളിൽ 7, 21 അങ്ങനെ ഏകദേശം 70ഓളം കല്ലുകൾ വേണം. പടച്ചോനെ, ഇതിനൊക്കെ അർമാന വേണ്ടി വരൂലേ, ടിപ്പർ വേണ്ടി വരൂലേ എന്ന് തോന്നിയിട്ട് ഇവിടുത്തെ ബോളറും ഉരുളം കല്ലൊന്നുമില്ല. അവിടെ പിന്നെ കല്ലേറ് നടത്താനുള്ളതല്ല. ജംറയിൽ കല്ലെറിയുക എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു അക്ബർ എന്ന് പറയാം. അപ്പൊ ആദ്യം നമ്മൾ കല്ലേറേണ്ടത് എവിടെന്നറിയോ? ജംറത്തു സുഅറ എന്ന് പറയുന്ന ഭാഗത്താണ്. ഏറ്റവും ചെറിയ അതായത് കഅബം ഇടത് ഭാഗത്തും മിന വലത് ഭാഗത്തും ഇങ്ങനെ പോകുമ്പോൾ ജംറ ഈ ഭാഗത്തുണ്ടാവും. അപ്പൊ ജംറയിൽ കൂടി നടന്ന് ഏകദേശം അവസാനത്തെ ജംറത്തു സുഅറയിലെത്തും. കല്ലെടുക്കുന്നു, അല്ലാഹു അക്ബർ കൊണ്ട് എറിയുന്നു. അല്ലാതെ വാനൊക്കെ എറിയുന്ന പോലെ ഒന്നും എറിയണ്ട. അവിടെ എത്തും വേണ്ട. ആ ഇതിന്റെ തട്ടുണ്ട് അതിന്റെ വരമ്പ് ആ ജംറയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എത്തിയാൽ അത് ആ തടത്തിൽ വീണാൽ മതി. ജംറയുടെ തടത്തിൽ വീണാൽ മതി. എങ്ങനെ ഇട്ടാലും മതി. പക്ഷെ എങ്ങനെ ഇടലാണ് ഏറ്റവും സുന്നത്ത്. ഓരോ പ്രാവശ്യം ഇടുമ്പോൾ ഓരോ കല്ലെടുപ്പോൾ എന്ത് പറയണം? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്നാൽ അവിടെ പ്രത്യേകമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അതിനുവേണ്ടി തിക്കും തിരക്കുണ്ടാക്കിയൊന്നും വേണ്ടതില്ല. ദുആയ്ക്ക് വേണ്ടി നമ്മൾ സാധാരണയിൽ കവിഞ്ഞ സമയം കണ്ടെത്തണം. ഓരോ ജംറയിൽ കല്ലെടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരുന്നു. ആദ്യത്തെ പ്രാവശ്യം അതായത് ദുൽഹിജ്ജ 11 പോയിട്ട് അതെപ്പോഴാണ് എറിയേണ്ടത്? ഉച്ചയ്ക്ക് ശേഷം. രാവിലെ നമുക്ക് സൗകര്യമുണ്ട്, സുബിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി പോയിട്ട് ജംറയിൽ കല്ലെടുത്ത് വരാന്ന് പറഞ്ഞാൽ പറ്റൂല. ഉച്ചക്ക് ശേഷമാണ് 11 എറിയേണ്ടത്, 12 എറിയേണ്ടത്, 13 എറിയേണ്ടതും. അപ്പൊ ആദ്യം 10 എറിയേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ജംറത്തു സുഅറ എന്ന് പറഞ്ഞ ചെറിയ ജംറയിലാണ് കല്ലെറിയുക. അന്ന് 2 ജംറയിലും കല്ലെറിയേണ്ടതില്ല. തിരിച്ചവിടുന്ന് ദുആ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ മിനാ ടെന്റിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അങ്ങനെ 12 നമ്മൾ കൊണ്ടുപോകുന്നു. ആ പോകുന്ന സമയത്ത് ജംറത്തുൽ സുഗ്റ, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ ഇങ്ങനെയുള്ള 3 ജംറകളിൽ 7 കല്ലെറിയുന്നു. അപ്പൊ ഒരു പ്രാവശ്യം പറയുമ്പോൾ 21 കല്ല് ടോട്ടൽ ഇങ്ങനെ 3-4 പ്രാവശ്യം ചെയ്യുമ്പോൾ ഏകദേശം 10-70ഓളം കല്ലുകൾ നമ്മൾ ജംറയിൽ എറിയേണ്ടതുണ്ട്. അവിടെ ഈ പറഞ്ഞതുപോലെ ദുആകൾ വർദ്ധിപ്പിക്കുക. അപ്പോൾ ദുൽഹിജ്ജ 11 ജംറയിൽ എറിഞ്ഞു, 12 ജംറയിൽ എറിഞ്ഞു, 13 ജംറയിൽ എറിഞ്ഞു. ജംറയിൽ എറിഞ്ഞതിന് ശേഷം നമ്മൾ എന്തായി? കാര്യങ്ങളൊക്കെ ഏകദേശം പൂർത്തീകരിക്കപ്പെട്ടു. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കാര്യങ്ങൾ ഓരോന്നായിട്ട് വൃത്തിയായി ചെയ്യേണ്ടതുണ്ട്. അപ്പൊ മുസ്ദലിഫയിൽ നിന്ന് മടങ്ങി നമ്മൾ ജംറയിൽ എത്തുന്നു, ജംറത്തുൽ സുഅറയിൽ എത്തുന്നു. മക്ക വലതും ഇടതുമാക്കിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്നു. സൂര്യോദയ ശേഷമാണ് എറിയേണ്ടത്. പ്രത്യേക സ്ഥലങ്ങളില്ല, കഴികളില്ല. പകലിൽ കഴിഞ്ഞില്ലായിരിക്കും. അപ്പൊ രാത്രി പോയിട്ട് തിക്കും തിരക്കുമാണ് അവിടെ. അപ്പൊ എന്ത് ചെയ്യാം? രാത്രി പോയിട്ടും കല്ലെറിയാം. അതോടുകൂടി തന്നെ ആദ്യത്തെ അതായത് ദുൽഹിജ്ജ 10 പിന്നെ ജംറയിൽ കല്ലെറിയുന്നതോടുകൂടി ഇനി എന്ത് ചെയ്യേണ്ടതില്ല? തെൽബിയത്ത് പറയേണ്ടതില്ല. തെൽബിയത്ത് അവിടെ അവസാനിച്ചു. ആദ്യത്തെ ഈ ജംറയിൽ കല്ലെറിയുന്നതോടുകൂടി തന്നെ തെൽബിയത്ത് വിരാമമായി. പിന്നെ നമ്മൾ നിർവഹിക്കുന്നത് ബലിയാണ്. ഉദ്ഹിയ്യത്ത് അറക്കുക. അത് നമ്മൾ പോയിട്ട് ഓരോരുത്തർ അറക്കുന്നില്ല. അങ്ങനെ അറക്കുകയാണെങ്കിൽ കാബക്ക് നേരെ കിടത്തുക, ഇടത്തെ കൈ കൊണ്ട് പിടിക്കുക, വലത്തെ കൈ കൊണ്ട് അറക്കുക. സാധാരണ ഉദ്ഹിയ്യത്ത് അറക്കുന്ന പോലെ ചെറിയ ദുആ എന്ന് പറയാം. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കാശ് അവിടെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അല്ല നമ്മൾ ഒറ്റക്കാണ് അറക്കുന്നെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഭക്ഷണം കഴിക്കാം, സാധുക്കൾക്ക് വിതരണം ചെയ്യാം. പക്ഷെ എല്ലും തോലും അതിന്റെ ബോട്ടിയും കാര്യങ്ങളൊക്കെ നമ്മളാകെ ചുറ്റിത്തിരിയും. സൗദി ഗവൺമെന്റിന് പണിയാകും. അതുകൊണ്ട് തന്നെ ആ പൈസ നമ്മൾ കൊടുത്തിട്ട് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. നമ്മൾ ബലി അറക്കുക എന്നുള്ളതും അതോടുകൂടി തന്നെ ബലി അറുത്തതിന് ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? അപ്പോഴത്തേക്ക് നമുക്ക് 18 ദിവസമൊക്കെ ഉണ്ടാവും. ഒന്നുകൂടി മുടിയൊക്കെ മുളച്ചിട്ടുണ്ടാവും. തല മുണ്ടനം ചെയ്യുന്നു.
അതാണ് അഫ്ളൽ. സ്ത്രീ എന്താ ചെയ്യുക? ഒരു വിരൽ നീളത്തിൽ മുടി മുറിച്ച് ഒഴിവാക്കുക. അത് നേരത്തെ പറഞ്ഞ ഉംറയിലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു വിരൽ നീളത്തിലുള്ള മുടി മുറിച്ചാൽ മതി. അപ്പൊ അതിനുള്ള സിസർ എന്ത് വേണം? നമ്മുടെ ബാഗേജിൽ ഉണ്ടാകും. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഷോൾഡർ ബാഗിൽ അല്ലെങ്കിൽ വാനിറ്റി ബാഗിലൊന്നും വെക്കരുത്. വെച്ചാൽ അടുത്ത് പുറത്ത് കളയും. അപ്പൊ ഈ പ്രാവശ്യം പോയപ്പോൾ പല പ്രാവശ്യം പറഞ്ഞാണ്. എന്നിട്ട് എന്ത് ചെയ്ത് നഖം വെട്ടിയും ഈ പറഞ്ഞ സിസറും ഒക്കെ എടുത്തിട്ട് ഇതിൽ വെച്ചിരുന്നു, മരുന്ന് വെക്കുന്നിടത്ത്. അതെടുത്ത് പുറത്തേക്ക് കൊടുക്കും, അവിടെ കിട്ടൂല. പിന്നെ അതുകൊണ്ട് തന്നെ അത് സ്ത്രീകൾ എന്ത് ചെയ്യുക? മുടി ഒരൽപ്പം മുറിക്കുക. അപ്പൊ ദുൽഹജ്ജില് 10 കർമ്മങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ, ഏതൊക്കെ? കല്ലേറ്, ബലി, തലമുണ്ടനം എന്നിവയൊക്കെ കഴിഞ്ഞാൽ ഏകദേശം തഹല്ലുലിന്റെ 2ാം ഘട്ടവും പൂർത്തിയായി. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഒഴികെ ബാക്കി എല്ലാ കാര്യവും സാധാരണ ഡ്രസ് ഇടാം, അത്തർ തേക്കാം, അതുപോലെ തന്നെ നഖം മുറിക്കാം, മുടി വെട്ടാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു? അവിടെ നിന്ന് അനുവദനീയമായി. ഇനി എന്താ ചെയ്യുന്നത്? നമ്മൾ 10ാമത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ടോ, കഅബയിലേക്ക് തിരിച്ചു വരും. തവാഫുൽ ഇഫാദ എന്നൊരു തവാഫ് കൂടി ഉണ്ട്. ആ തവാഫിന് വേണ്ടി നമ്മൾ വരികയാണ്. അപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഈ തുണി ഇങ്ങനെ തുർപ്പിടാക്കുകയോ അതുപോലെ തന്നെ റംലിയായി നടത്തുകയോ ഇവിടെ സുന്നത്തില്ല. സാധാരണ തവാഫ് ചെയ്യുന്ന പോലെ ഒരു തവാഫ് ചെയ്താൽ മതി. തവാഫ്, സഅയ്, സംസം കുടിക്കൽ ഇവ കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മളെന്തായി? തഹല്ലുലായി, സാധാരണ മനുഷ്യന്മാരായി. എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 10 കൂടി തന്നെ നമ്മൾ പൂർണ്ണമായ അവസ്ഥയിലേക്ക് വന്നു. പിന്നെ 11, 12, 13 ദിവസങ്ങളിൽ പറഞ്ഞ പോലെ ജംറകളിൽ ആണുള്ളത്. ജംറകളിൽ ഉച്ചയ്ക്ക് ശേഷം കല്ലെറിയുക. അങ്ങനെ 13ാമത്തെ ദിവസം കല്ലെറിഞ്ഞതിന് ശേഷം വീണ്ടും കഅബയിലേക്ക് വരുന്നു. കഅബയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു തവാഫ് കൂടി ചെയ്യുന്നു. ആ തവാഫിന്റെ പേരാണ് തവാഫുൽ വിദാ, കാരണം വിടവാങ്ങുക എന്നുള്ളത്. ആ തവാഫ് സ്ത്രീകൾക്ക്, ഹൈദോ മെൻസസോ ഒക്കെ ആയിട്ടുള്ള സ്ത്രീകൾക്ക്, അതുപോലെ തന്നെ നിസ്കരിക്കാൻ പാടില്ലാത്ത സന്ദർഭമുള്ള സ്ത്രീകൾക്കൊക്കെ അതിൽ ഇളവുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ച് കാബത്തിന്റെ അരികിൽ പോകുക, നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ നിന്ന് തുടങ്ങുക, 7 പ്രാവശ്യം തവാഫ് ചെയ്യുക, എന്നിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. അതോടുകൂടി തന്നെ നമ്മൾ ആ പൂർണ്ണമായും ഹജ്ജിന്റെയും ഉംറയുടെയും കാര്യങ്ങൾ നിർവഹിച്ചു. 2 കാര്യങ്ങൾ കൂടി പറയാൻ വിട്ടുപോയി. ഒന്ന്, മസ്ജിദുൽ ഹറമിലാകട്ടെ, മസ്ജിദുൽ നബവിയിലാകട്ടെ, മറ്റിതര പള്ളിയിലാകട്ടെ ഒക്കെ പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെയ്യാറുള്ള പ്രാർത്ഥന ഉണ്ട്. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴോ ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക. ഈ ദുആ ചൊല്ലുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സാധാരണ ബിസ്മില്ല ചൊല്ലിയിട്ടാണ് ഇറങ്ങുന്നത്. ഹജ്ജിനും ബിസ്മില്ല മതി, ഉംറക്കും ബിസ്മില്ല മതി. വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ പ്രാർത്ഥിക്കാറില്ലേ? അത് വിമാനത്തിൽ കയറുമ്പോഴും ഉംറക്ക് പോകുമ്പോഴും ഹജ്ജിന് പോകുമ്പോഴും മോട്ടോർ ബൈക്കിൽ കയറുമ്പോഴും സൈക്കിളിൽ കയറുമ്പോഴൊക്കെ ആ ദുആ മതി. വ്യക്തമായി ഉംറക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് പ്രത്യേക നിസ്കാരം, പ്രത്യേകമായൊരു ദുആ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ദുആ, വാഹനത്തിൽ കയറുമ്പോൾ ഒരു ദുആ എന്നുള്ള പ്രത്യേകമായ ഹജ്ജിനോ ഉംറക്കോ ഇല്ല. സാധാരണ ഗതിയിൽ നമ്മൾ ചെയ്യുന്ന ദിക്റുകളും ദുആകളും ഒക്കെ ഉള്ള കൂട്ടത്തിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രം. വളരെ ലളിതമാണ്. 2 കാര്യങ്ങളാണ് അതിൽ പഠിച്ചു വെക്കാനുള്ളത്. ഒന്ന്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, അതറിയാത്ത ഒരാളുണ്ടാവുമല്ലോ. പിന്നെ നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻജസ വഅദ വഅബദ നസ്റ വഹസബൽ അഹ്സാബ് കുല്ലു വഹ്ദഹു തുടങ്ങിയ ആ ഒരു ദുആയും ഈ 2 നമ്മൾ പഠിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് പ്രവർത്തിക്കലാണ്. ആളുകൾ അങ്ങനെ ചെയ്യും. ആ കൂട്ടത്തിൽ ചെയ്താൽ മതി. മുമ്പിൽ ആരുണ്ടാവും? ഇവിടെ അമീറുണ്ടാവും, പറഞ്ഞു തരാൻ ആളുണ്ടാവും. പേടിക്കാനൊന്നുമില്ല, ടെൻഷനൊന്നുമില്ല, അത് ബേജാറാകേണ്ടതില്ല. ഞാൻ പറഞ്ഞില്ലേ, കൊണ്ടുപോകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കിബറ്, ബേജാറ്, ടെൻഷന്, വസ്വാസ്. ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് വേണം പോകാൻ. ബാക്കിയുള്ളവർക്ക് എടുത്തോളി. ഇങ്ങനെ പോയെങ്കിൽ മാത്രമാണ് നമ്മുടെ ഹജ്ജ് എന്താകുക? മഖ്ബൂലാകുക. മഖ്ബൂൽ എന്ന് പറഞ്ഞാൽ അല്ലാഹ് സ്വീകരിക്കുന്നത്. ഇനി അത് മബ്റൂറും കൂടി ആകണം. മബ്റൂറാകണമെങ്കിൽ എന്ത് വേണം? അവൻ്റെ ഹൃദയം പൂർണ്ണമായും റബ്ബിലേക്ക് അവൾ അർപ്പിക്കണം. പടച്ചോല് തവക്കുൽ ചെയ്യണം. പടച്ചോന്റെ വീട് എവിടെ, മരുമക്കളെങ്ങനെ, പേരക്കുട്ടികളെങ്ങനെ, പള്ളിയിലത്തെ കാര്യം എന്താ, ഇതൊക്കെ നടന്നോളും. നമ്മൾ മരിച്ചാൽ സമയത്ത് നടക്കൂലേ എന്നതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. ടെൻഷൻ വേണ്ട, ബേജാറ് വേണ്ട എന്ന് വിചാരിച്ച് മരുന്നും കാര്യങ്ങളൊന്നും എടുക്കാതെയല്ല, അതൊക്കെ വേണം ആവശ്യം വന്നാൽ. പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിന്റെ അവന്റെ ഭൂലോകത്തെ ഏറ്റവും വലിയ ഭവനത്തിലേക്കാണ് പോകുന്നത് എന്ന നിയ്യത്തോടുകൂടി കാര്യങ്ങൾ തുടങ്ങിയാൽ, അള്ളാഹു നിയ്യത്ത് നന്നാക്കി തന്നാൽ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പ്
ഗ്രൂപ്പിൽ ചോദിക്കുക, അത് മറ്റുള്ളവർക്കും കേൾക്കാം, പഠിക്കാം. സമയത്തിന്റെ ദൈർഘ്യത വായിക്കൊണ്ട് തൽക്കാലം അവിടെ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹജ്ജും ഉംറയും ഒക്കെ മഖബൂലും മബ്റൂറുമായി ചെയ്ത് തിരിച്ച് സ്വദേശത്തെത്താനും ഉമ്മ പ്രസവിച്ച കുഞ്ഞുങ്ങളെ പോലെയുള്ള ജീവിത വിശുദ്ധിയുള്ളവരായി തീരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. കുടുംബ ബന്ധു മിത്രാദികളായ ആളുകൾക്കും നാളെ അവനവന്റെ ഭവനത്തിൽ എത്തിച്ചേരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.